ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പകളിൽ നിബന്ധന ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര നാണയനിധി 17.8 ട്രില്യൺ രൂപയുടെ പുതിയ ബജറ്റിന് പാർലമെന്റ് അംഗീകാരം നൽകുക തുടങ്ങി 11 നിബന്ധനകളാണ് ഏർപ്പെടുത്തിയത്. വായ്പയുടെ അടുത്ത ഗഡു അനുവദിക്കും മുൻപ് 11 നിബന്ധനകൾ പാലിക്കണം എന്നാണ് IMFന്റെ നിർദ്ദേശം. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നൽകുന്ന വായ്പകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഇന്ത്യ ശക്തമാക്കിയതിന് പിന്നാലെയാണ് IMFന്റെ നടപടി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ആശങ്ക ഉയർത്തുന്നതാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ പുതിയ നടപടി. പാകിസ്ഥാന് അനുവദിച്ച വായ്പയിൽ 11 നിബന്ധനകൾ പാലിക്കണമെന്ന് IMF നിർദ്ദേശം നൽകി. സംഘർഷം തുടരുകയോ വഷളാവുകയോ ചെയ്താൽ സാമ്പത്തിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 17.6 ട്രില്യൺ ഡോളർ വരുന്ന ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം നേടണം എന്നുൾപ്പെടെയാണ് IMF മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇതിനു പുറമെ വൈദ്യുതി ബില്ലിനത്തിലെ ബാധ്യത തീർക്കുന്നതിനായി സർചാർജ് വർധന, 3 വർഷം പഴക്കമുള്ള ഉപയോഗിച്ച കാറുകളുടെ ഇറക്കുമതിക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കുക എന്നിവയും നിബന്ധനകളിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃഷി വരുമാന നികുതി ജൂണിന് മുൻപ് നടപ്പാക്കണം. ഭരണപരമായ നയരൂപീകരണത്തിന് ഗവേണൻസ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കണം. ചെലവിന് അനുസൃതമായി ഇന്ധന നിരക്ക് ക്രമീകരണം തുടങ്ങിയ നിർദ്ദേശങ്ങളും IMF മുന്നോട്ട് വയ്ക്കുന്നു. 2414 ബില്യൺ രൂപയാണ് പാകിസ്ഥാന്റെ വരാനിരിക്കുന്ന പ്രതിരോധ ബജറ്റ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് ഇതിലുള്ളത്. IMF മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ രാജ്യത്തെ വിപണിയെയും നിക്ഷേപങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. നിർദ്ദേശങ്ങൾ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിയേക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് നൽകുന്ന സഹായം റദ്ദാക്കണമെന്ന ഇന്ത്യ നിരന്തരമായി ആവശ്യമുന്നയിച്ചിരുന്നു. നിലവിലെ അതിർത്തി സാഹചര്യം കണക്കിലെടുത്താണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ നടപടി. കൈരളി ന്യൂസ്, ദില്ലി.